ഹോം മെയ്ഡ് മയോണൈസാണ് കേട്ടോ. അപ്പോൾ ഞാൻ ഇതിന് മുന്നേ മയോണൈസിൻ്റെ റെസിപ്പി അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. എല്ലാവരും ഒന്ന് കയറി കാണാം. നല്ല ക്രീമായിട്ടുള്ള പെർഫെക്റ്റ് ആയിട്ടുള്ള നല്ല കട്ടിയുള്ള മയോണൈസ് എങ്ങനെ റെഡിയാക്കുക എന്നുള്ളൊരു വീഡിയോ ആണ് ഞാൻ ചെയ്തേക്കുന്നത് കേട്ടോ. അപ്പോൾ അതൊന്ന് കണ്ടു നോക്കാം. ആ ഒരു മയോണൈസ് ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്, ഫുള്ളായിട്ട് ചേർത്തിട്ടുണ്ട് കേട്ടോ. ശരിക്കും പറഞ്ഞാൽ ഇത്രയും മയോണൈസിന് ഇത്രയും വെജിറ്റബിൾസ് പോരാട്ടോ, ഇനിയും കൂടുതലും കൂടി ചേർക്കണം. ഞാൻ ഈ വീഡിയോ എടുത്ത് കഴിയുമ്പോൾ കുറച്ചും കൂടെ വെജിറ്റബിൾസ് ആഡ് ചെയ്യുന്നുണ്ട് കേട്ടോ. ഞാൻ ചേർത്ത് കഴിഞ്ഞപ്പോഴാണ് എനിക്ക് മനസ്സിലായത് കുറച്ചും കൂടി വെജിറ്റബിൾസ് വേണം എന്നുള്ളത്. അപ്പോൾ മയോണൈസ് നിങ്ങൾക്ക് ആവശ്യത്തിനുള്ള ചേർത്താൽ മതി. പിന്നെ മയോണൈസ് ഒരുപാട് നമുക്ക് വെക്കാൻ കൊള്ളത്തില്ലാത്തതുകൊണ്ട് ഞാൻ മയോണൈസ് ഫുള്ളായിട്ട് ചേർത്തു. പിന്നെയും വെജിറ്റബിൾസ് ആഡ് ചെയ്യുകയാണ് ചെയ്തത്. വീട്ടിലും 2 3 അല്ലെങ്കിൽ 4 പേരൊക്കെ ഉള്ളെങ്കിൽ ഞാൻ 1/2 കപ്പ് വീതം എടുത്തിട്ടുള്ള വെജിറ്റബിൾസൊക്കെ നിങ്ങൾക്ക് 2 3 ടേബിൾ സ്പൂണൊക്കെ ആക്കിയിട്ട് കുറച്ചിട്ട് ചെയ്താൽ മതി കേട്ടോ. അതുപോലെ തന്നെ മയോണൈസ് ആണെങ്കിലും 1 മുട്ട വെച്ചിട്ട് ചെയ്ത് വെച്ചാൽ മതി കേട്ടോ. ഞാൻ ഇത് 2 മുട്ട വെച്ചിട്ട് ചെയ്തതാണ്. അപ്പോൾ ഇനിയിപ്പോൾ നമ്മുടെ സാൻഡ്വിച്ച് റെഡിയാക്കി എടുക്കാം. ബ്രെഡിൻ്റെ അരികൊക്കെ ഒന്ന്